ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിവിടെ ഞാൻ കാണിക്കുന്നത് ഒനിയൻ ഉപയോഗിച്ചുള്ള ഹെയർ പാക്കാണ്. നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും മുടിക്ക് നല്ല തിളക്കം കിട്ടാനും ഉള്ള ഒരു ബെസ്റ്റ് ഹെയർ പാക്കാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പം ഞാനിവിടെ ഒരു ഒനിയൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് അത് ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ നീര് അരിച്ചെടുക്കണം. അപ്പം നമ്മുടെ തലയിൽ തേക്കാനുള്ള എത്രയാണോ അതനുസരിച്ച് എടുക്കുക. ഒനിയൻ നമുക്ക് തലയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ തലമുടിയുടെ വളർച്ചയെ കൂടുതൽ വേഗത്തിലാക്കുകയും ചെയ്യും. അതുകൂടാതെ തന്നെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കുകയും ചെയ്യും. സവളയുടെ നീര് ഡെയിലി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. മുടി പെട്ടെന്ന് വളരുകയും ചെയ്യും. അപ്പം ഞാനിവിടെ അലോവേര എടുത്തിട്ടുണ്ട് 1 ടീസ്പൂൺ. അതിലേക്ക് ഒരു 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിലും കൂടെ ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒനിയൻ്റെ നീര് ഒഴിച്ചു കൊടുക്കണം. ഒനിയൻ്റെ നീര് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഉള്ളി ജ്യൂസിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ മുടിയുടെ പോഷണത്തിന് വളരെയധികം സഹായിക്കും. പിന്നെ നമ്മുടെ മുടിയൊക്കെ കൊഴിയുന്നുണ്ടെങ്കിൽ ഈ രണ്ടും മിക്സാക്കി നല്ലോണം തലയൊട്ടിയെ തേച്ച് പിടിപ്പിച്ചാൽ മുടി കൊഴിച്ചിൽ തടയാനും അതുപോലെ തന്നെ നരകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറാനും സഹായിക്കും. നമ്മുടെ മുടിക്കും അതുപോലെ തന്നെ മുടിയുടെ കളർ വ്യത്യാസം നരയൊക്കെ ഉണ്ടെങ്കിൽ ഈ നീര് ഡെയിലി തേക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസം കാണാൻ പറ്റും. നരയൊക്കെ പെട്ടെന്ന് മാറാനും ഈ ഉള്ളിനീര് ഒരുപാട് സഹായിക്കും. അതുപോലെ തന്നെ ഈ ഉള്ളി ജ്യൂസ് സൾഫർ ഒരുപാട് അടങ്ങിയത് കാരണം നമുക്ക് മുടിയുടെ ആരോഗ്യം നല്ലോണം നിലനിർത്താനും അതുപോലെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ പെട്ടെന്ന് മാറാനും ഒക്കെ സഹായിക്കും. വളരെ നല്ലൊരു ഹെയർ പാക്കാണ്. ഇത് ഇട്ട് കൊടുത്ത് അരമണിക്കൂറിന് ശേഷം നമുക്ക് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം. നമുക്ക് ഷാമ്പു ഉപയോഗിച്ച് തന്നെ കഴുകിക്കളയാം. അപ്പം ഞാനത് ഹെയർ പാക്ക് മുടിയുടെ എല്ലാ ഭാഗത്തും തലയൊട്ടിയെ നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം കംപ്ലീറ്റ് ഞാൻ തലയൊട്ടിയെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അരമണിക്കൂർ വെച്ച ശേഷം കഴുകിക്കളയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.